ഈ വർഷത്തെ LBSൻ്റെ പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നേഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്കുള്ള രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് BSc നേഴ്സിങ്ങും അതേപോലെ പാരാമെഡിക്കൽ കോഴ്സസും ഒക്കെ ആയിട്ടുള്ള അഡ്മിഷന് വേണ്ടിയുള്ള രജിസ്ട്രേഷനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് തുടങ്ങുന്നത് മെയ് 14 തുടങ്ങി ജൂൺ 4 വരെയാണ് ഇതിൻ്റെ സമയം. ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് മെയ് 14 തുടങ്ങി ജൂൺ 4 വരെയുള്ള സമയത്താണ് ചെയ്യേണ്ടത്. ഇനി അതിൽ വരുന്ന കോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏകദേശം 15ഓളം കോഴ്സാണ്. അതിൽ BSc നേഴ്സിംഗ് ഉണ്ട്, അതേപോലെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അഥവാ BSc MLT ഉണ്ട്, അതേപോലെ പെർഫ്യൂഷൻ ടെക്നോളജി അഥവാ BSc ബാച്ചലർ ഓഫ് സയൻസ് പെർഫ്യൂഷൻ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, ഫിസിയോതെറാപ്പി, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഒക്യുപ്പേഷണൽ തെറാപ്പി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ, മെഡിക്കൽ ബയോകെമിസ്ട്രി, പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ്. ഇങ്ങനെ 15ഓളം കോഴ്സുകൾക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. ഇതിൻ്റെ രജിസ്ട്രേഷനാണ്. ഇതിന് സെപ്പറേറ്റ് എക്സാം ഒന്നുമില്ല, പകരം നിങ്ങളുടെ ഹയർ സെക്കൻഡറിയുടെ മാർക്ക് വെച്ചിട്ടാണ് ഈ അലോട്ട്മെൻറ്റ് നടക്കുന്നത്. ഇനി LBS അലോട്ട്മെൻറ്റ് നടന്നത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ എല്ലാ ഗവൺമെൻറ് കോളേജുകളിലും. അപ്പോൾ ഗവൺമെൻറ് കോളേജിലെ എല്ലാ സീറ്റും LBS ആണ് നടത്തുക. അതുകൂടാതെ സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ ചില സെൽഫ് ഫിനാൻസിങ് കോളേജ്, അതായത് ഓട്ടോണോമസ് ബോർഡിൽ സിമറ്റ് അല്ലെങ്കിൽ CPAS, കേപ്പ്, MCG പോലെയുള്ള, അതായത് മലബാർ ക്യാൻസർ സെൻറ്റർ പോലെയുള്ള ഓട്ടോണോമസ് കോളേജുകളുടെയും മുഴുവൻ സീറ്റും LBS ആണ്. അതേപോലെ 50% ഓഫ് ദ ടോട്ടൽ സീറ്റ് ഇൻ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ്. സ്വകാര്യ കോളേജുകളിലെ നഴ്സിംഗ് കോളേജുകളിലെ 50% സീറ്റും, അതായത് എല്ലാ ഗവൺമെൻറ് കോളേജിലെ സീറ്റുകളും, അതേപോലെ CPAS, കേപ്പ്, MCG, സിമറ്റ് പോലെയുള്ളതിൻ്റെ 100% സീറ്റും, പ്രൈവറ്റ് കോളേജുകളിലെ 50% സീറ്റുമാണ് LBS ഈ അലോട്ട്മെൻറ്റ് വഴി നടത്തുക. ഈ പ്രൈവറ്റ് കോളേജിലെ റിമൈനിങ് 50% അവരായിട്ട് നടത്തുകയാണ്. അത് നമ്മൾ PNC MAC പോലെയുള്ള കൺസോർഷ്യം വഴി നടക്കുന്ന വേറൊരു അലോട്ട്മെൻറ്റ് വഴി അതിൻ്റെ ബാക്കി സീറ്റുകൾ അവരാണ് ചെയ്യുക. ഇനി റിസർവേഷൻ നോക്കുക. സാധാരണ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 50% സീറ്റ് സ്റ്റേറ്റ് മെറിറ്റാണ്, ആർക്കും അപ്ലൈ ചെയ്യാം. 10% EWSന് പോവും. 30% SC/BC കാറ്റഗറി, അതായത് 9% ഈഴവ, 8% മുസ്ലിം, ബാക്ക്വേർഡ് ഹിന്ദു 3%, ലാറ്റിൻ കാത്തലിക് 3%, ധീവര ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് 2%, വിശ്വകർമ്മ 2%, കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റി 1%, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 1%, കുടുംബി കാറ്റഗറി 1%, SC 8%, ST 2%. ഇങ്ങനെയാണ് നോർമൽ റിസർവേഷൻ. ഇതുകൂടാതെ സ്പെഷ്യൽ റിസർവേഷൻസുമുണ്ട്. ഈ സ്പെഷ്യൽ റിസർവേഷൻസ് ഏതാണെന്നും അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന റിസർവേഷനിലെ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകൾ എന്താണെന്നും ഒക്കെ സെപ്പറേറ്റ് വീഡിയോ തന്നെ ഇടും. അതായത് ഡോക്യുമെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അത് ഈ റിസർവേഷൻ നോർമൽ റിസർവേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പെഷ്യൽ റിസർവേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാം ഡോക്യുമെൻറ്റുകളുമായിട്ട് സെപ്പറേറ്റ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ തന്നെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. അതേപോലെ ഈ ഗവൺമെൻറ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ EWSന് സീറ്റില്ലായിരുന്നേ ഉള്ളൂ, പകരം സ്റ്റേറ്റ് മെറിറ്റിൽ 60% സീറ്റായി. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ, മുമ്പ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. SC/BC കാറ്റഗറിക്ക് 30%, ഷെഡ്യൂൾഡ് കാറ്റഗറിക്ക് 10%, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. EWSൻ്റെ 10% ഇല്ല എന്ന് മാത്രം. അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. lbscenter.kerala.gov.in എന്നുള്ള സൈറ്റിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ ഫീ 800 രൂപയാണ്. എല്ലാ കാറ്റഗറി SC ST ഒഴികെ ബാക്കി എല്ലാവർക്കും, അത് OBC ആയിക്കോട്ടെ, ജനറൽ കാൻഡിഡേറ്റ് ആയിക്കോട്ടെ, EWS ആയിക്കോട്ടെ, എല്ലാവർക്കും 800 രൂപയാണ് ഫീ. എന്നാൽ SC ST കാൻഡിഡേറ്റിന് 400 രൂപ ഫീ അടച്ചാൽ മതിയാവും. ഈ ഫീ നോൺ റീഫണ്ടബിൾ ആണ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ഫീ ആണ്, തിരിച്ച് കിട്ടില്ല. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, മുമ്പ് ഞാൻ കാണിച്ച lbscenter.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറുക. അതിൽ വേരിയസ് അലോട്ട്മെൻറ്റ് എന്നൊരു ലിങ്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് ഇൻ നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീം എന്നൊരു ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ സ്റ്റെപ്പ് 1 രജിസ്ട്രേഷനാണ്. ഈ സ്റ്റെപ്പ് 1 രജിസ്ട്രേഷനിൽ നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻസ് ഒക്കെ ചോദിക്കും. ആ ബേസിക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. അതെവിടെയാണ്? ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ബേസിക് ഇൻഫർമേഷൻ കൊടുക്കേണ്ടി വരിക. അങ്ങനെ ബേസിക് ഇൻഫർമേഷൻ എല്ലാം കൊടുത്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് പോവുക. അങ്ങനെ നിങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾ ഫീ പേ ചെയ്യണം. അത് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ചലാനെടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റും ചെയ്യാം. മജോറിറ്റി കുട്ടികളും ഓൺലൈൻ പേയ്മെൻറ്റ് ആയിരിക്കും ചൂസ് ചെയ്യുക. ഈ പേയ്മെൻറ്റ് ആയതിനു ശേഷമേ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റൂ. അത് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ 24 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഡിലേ ആവും. അങ്ങനെ ഫീ പേയ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ ID കിട്ടും. ആ രജിസ്ട്രേഷൻ ID ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്കി ചെയ്യേണ്ടത്.
ഈ ബാക്കി ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ ഡോക്യുമെൻറ്റുകളും നിങ്ങളവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഒരു റീസെൻറ്റ് സൈസ് പാസ്പോർട്ട് അല്ലെങ്കിൽ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവണം, അതുപോലെ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ ഉണ്ടാവണം, അതേപോലെ എല്ലാ ഡോക്യുമെൻറ്റുകളും JPEG ഫോർമാറ്റിൽ, നിങ്ങളുടെ റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ട എല്ലാ ഡോക്യുമെൻറ്റും JPEG ഫോർമാറ്റിലായിരിക്കണം. അതിലെന്തൊക്കെ ഉണ്ടാവണം? നേറ്റിവിറ്റി പ്രൂഫ് ഉണ്ടാവണം, പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവണം, മാർക്ക് ലിസ്റ്റ് ഓഫ് ക്വാളിഫയിങ് എക്സാം ഉണ്ടാവണം. ഇതൊക്കെ മാൻഡേറ്ററി ആണ്. ഇത് കൂടാതെ നിങ്ങൾ OBC ആണെങ്കിൽ NCL, SC/ST ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും ഈ സ്റ്റെപ്പിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ആൻഡ് പ്രിൻ്റ് ആപ്ലിക്കേഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾ ഫൈനൽ സബ്മിഷൻ നടത്തുക. അങ്ങനെ ഫൈനൽ സബ്മിഷൻ നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് കിട്ടും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കാം. ഇനി ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എങ്ങോട്ട് അയക്കേണ്ട? LBSക്ക് ബൈ പോസ്റ്റ് അയക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി, നിങ്ങൾ അയക്കേണ്ട. ഓട്ടോമാറ്റിക്കലി അതവിടെ സെൻഡായി അല്ലെങ്കിൽ അവർക്ക് കിട്ടിക്കോളും. നിങ്ങളത് ബൈ പോസ്റ്റ് അയക്കേണ്ട. ഇനി സാധാരണ ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണ് വേണ്ടതെന്ന് നോക്കുക. ഇതിൽ നിങ്ങൾക്ക് ബാധകമായിരിക്കുന്നത് ചിലതുള്ളൂ, ചിലത് എല്ലാവർക്കും വേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യത്തേത് സ്കാൻഡ് കോപ്പി ഓഫ് ദ റെലവൻറ്റ് പേജ് ഓഫ് SSLC ഓർ ഇക്വലൻ്റ് ടു പ്രൂവ് ദ ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ടി നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അത് SSLC ആവാം, ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം, ഇതൊക്കെ കൊടുക്കാം. ഇത് നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്യണം. അതേപോലെ സ്കാൻഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി തെളിയിക്കുന്ന ഡോക്യുമെൻറ്റ്, അതും എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യണം. അത് നിങ്ങൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവാം, SSLC ബുക്ക് ആവാം, ഇതൊക്കെ ചെയ്യാം. ദെൻ സ്കാൻഡ് കോപ്പി ഓഫ് മാർക്ക് ലിസ്റ്റ്, ഇതും നിർബന്ധമാണ്. +2ൻ്റെ മാർക്ക് ലിസ്റ്റ്, ഇത് +2ൻ്റെ മാർക്ക് ലിസ്റ്റാണ് ഇവർ ആവശ്യപ്പെടുന്നത്, അത് കൊടുത്താൽ മതി. അതേപോലെ സ്കാൻഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഇൻ സപ്പോർട്ട് ഓഫ് എനി ക്ലെയിം, ഈ സ്പെഷ്യൽ റിസർവേഷൻ അല്ലെങ്കിൽ ഫീസ് കൺസെഷൻ അങ്ങനെയുള്ള എല്ലാ കേസിൻ്റെയും സ്കാൻഡ് കോപ്പി, ഇതെല്ലാവർക്കും ബാധകമല്ല. ഇപ്പോൾ ഒരു ജനറൽ കാറ്റഗറി ഒരു റിസർവേഷനും ഇല്ല, അവർക്കത് ബാധകമല്ല. EWS ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, OBC കാറ്റഗറി ആണെങ്കിൽ NCL, SC/ST ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി അതേപോലെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ വിദ്യാഭ്യാസ ആനുകൂല്യം കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഇൻകം സർട്ടിഫിക്കറ്റ്. അതേപോലെ സ്കാൻഡ് കോപ്പി ഓഫ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇത് SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. എവിടെ നിന്നാണ്? തഹസിൽദാരോട് വാങ്ങുന്നതായിരിക്കണം, താലൂക്കിൽ നിന്നുള്ളതായിരിക്കണം, വില്ലേജിലേതായിരിക്കരുത്. ഇനി ഏഴാമത്തേത് സ്കാൻഡ് കോപ്പി ഓഫ് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്. അത് ഏതിനാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് എഡ്യൂക്കേഷണൽ പർപ്പസ്, അതായത് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ള NCL ആയിരിക്കണം. അത് വാങ്ങേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. എല്ലാ OBC കാൻഡിഡേറ്റും ഇത് വാങ്ങിയിരിക്കണം. OBC കാറ്റഗറിയിൽപ്പെട്ടവരെല്ലാം, അതായത് നമ്മൾ SC/BC എന്ന് പറഞ്ഞ കാറ്റഗറി എല്ലാം തന്നെ ഇത് വാങ്ങിയിരിക്കണം. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ SC/ST കാറ്റഗറിക്ക് ഈ NCLൻ്റെ ആവശ്യമില്ല, അവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്, ഈ മാൻഡേറ്ററി എന്ന് കൊടുത്തിരിക്കുന്നത് എല്ലാവരും കൊടുക്കണം. അതിൽ ഈ SC/STക്ക് മാൻഡേറ്ററി എന്ന് കൊടുത്തിരിക്കുന്നത് SC/ST കാൻഡിഡേറ്റിന് മാത്രം മാൻഡേറ്ററി ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി സ്കാൻഡ് കോപ്പി ഓഫ് ഇൻ്റർകാസ്റ്റ് മാരേജ്, അത് പേരൻസ് ഇൻ്റർകാസ്റ്റ് മാരേജ് ആണെങ്കിൽ, അതിൽ ആരെങ്കിലും ഒരാൾ SCO STO ആണെങ്കിൽ എന്ത് ചെയ്യാം? തഹസിൽദാരോട് ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. അതുപോലെ സ്കാൻഡ് കോപ്പി ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡ് അല്ലെങ്കിൽ UDID കാർഡൊക്കെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അപ്ലോഡ് ചെയ്യാം. അതുപോലെ സ്കാൻഡ് കോപ്പി ഓഫ് ദി ഡോക്യുമെൻറ്റ് മെൻഷൻ ഇൻ ക്ലോസ്, അതായത് NRI കോട്ടയാണെങ്കിൽ നമ്മൾ NRI കോട്ടയുടെ പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ കൂടി ഞാൻ തരാം. ഇപ്പം നിലവിൽ ഇതിലൊരു ധാരണയായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു ക്ലെയിം നമുക്ക് ഒപ്റ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒന്നിലധികം ഡോക്യുമെൻറ്റ് വേണ്ടി വരും. അങ്ങനെ ഒരു ക്ലെയിമിന് വേണ്ടി ഒന്നിലധികം ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ ഓൾ ദ ഡോക്യുമെൻറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു സിംഗിൾ PDF ഫയൽ. അങ്ങനെ ഒരു 3-4 സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഒരു ക്ലെയിമിന് വേണ്ടി ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ഒറ്റ ഫയലായിട്ട് അപ്ലോഡ് ചെയ്യണം, സെപ്പറേറ്റ് ആയിരിക്കരുത്. ഇനി അതേപോലെ വാലിഡിറ്റി നോക്കുക. നോൺ ക്രിമിലെയറിന് സാധാരണ 1 ഇയർ വാലിഡിറ്റി, അപ്പോൾ വാലിഡിറ്റി ഉള്ളതായിരിക്കണം. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 3 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. ഇൻകം സർട്ടിഫിക്കറ്റിന് 1 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ വാലിഡ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ ഈ ഡിസ്ട്രിക്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ കൺസേൺഡ് റവന്യൂ ഒഫീഷ്യൽസ്, അതായത് നിങ്ങൾ ഇപ്പോൾ അക്ഷയയിലൊക്കെ പോയി ഓൺലൈനായിട്ട് അപേക്ഷിച്ചിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആയാലും മതി, ഓഫ്ലൈനിൽ നിന്ന് വാങ്ങണമെന്ന് നിർബന്ധമില്ല. LBSൻ്റെ ഈ ആപ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് അവർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ 3 സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. ആദ്യത്തേത് BSc നഴ്സിങ്ങിനും MLTക്കും പെർഫ്യൂഷൻ ടെക്നോളജിക്കും BCBTക്കും BPTക്കും BSc ഡയാലിസിസ് ടെക്നോളജിക്കും BUTക്കും BSc ഒപ്റ്റോമെട്രിക്കും അതേപോലെ തന്നെ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിക്കും റേഡിയോ തെറാപ്പി, ന്യൂറോ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ, BSc മെഡിക്കൽ ബയോകെമിസ്ട്രി, ഈ കോഴ്സുകൾക്കെല്ലാം കൂടെ ചേർത്ത് ഒരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. ഇത്രയും കോഴ്സുകൾ റാങ്ക് ലിസ്റ്റ് 1ൽ വരും. ഓക്കെ, ഇതിൽ എന്താണ് കൺസിഡർ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിൻ്റെ മൂന്നിൻ്റെയും മാർക്ക് മാത്രമാണ് കൺസിഡർ ചെയ്യുക പുട്ട് ടുഗദർ അറ്റ് ദ ഫൈനൽ ഇയർ. അതായത് +2-ലെ, +1-ലേത് വേണ്ട, +2-ലെ ഈ 3 സബ്ജക്റ്റുകളുടെ മാർക്കാണ് റാങ്ക് ലിസ്റ്റ് 1 പ്രിപ്പയർ ചെയ്യാൻ അവരുപയോഗിക്കുക. ഇനി റാങ്ക് ലിസ്റ്റ് 2 നോക്കുക. അതാർക്കാണ്? BSLP, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലേണിംഗ് പാത്തോളജി, ഇവർക്കാണ് രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ്. ഈ രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റിൽ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജി അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സൈക്കോളജി. ഫിസിക്സ്, കെമിസ്ട്രി നിർബന്ധം. താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന്. ഇത് സെക്കൻഡ് ഇയറിൻ്റെ മാർക്ക് എവിടെയും നോക്കൂ, +2-ൻ്റെ മാർക്ക് മാത്രം. അപ്പോൾ 3 സബ്ജക്റ്റ് എവിടെയും നോക്കുള്ളൂ, ഫിസിക്സ്, കെമിസ്ട്രി പ്ലസ് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന്. അപ്പോൾ ഇതിൽ നിങ്ങളിപ്പോൾ ഇതിനകത്ത് ബയോളജിയും മാത്സും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണോ കൂടുതൽ മാർക്ക് കിട്ടിയത് അതാണ് പരിഗണിക്കുക, അതാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ആ 3 കൂടെ മാർക്ക് വെച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് 2 ഇടുക. ഇനി റാങ്ക് ലിസ്റ്റ് 3 എന്ന് പറയുന്നത് BPO കോഴ്സിന് വേണ്ടിയാണ്. ഈ BPO കോഴ്സിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ഇത് എത്രയും നോക്കും? ഫൈനൽ ഇയറിൻ്റെ ഈ 4 സബ്ജക്റ്റ് നോക്കും. ഏതൊക്കെ നോക്കും? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്സ് ആൻഡ് ഇംഗ്ലീഷ്. ഇതിൻ്റെ 4-ൻ്റെയും കൂടെ +2-ലെ മാർക്കാണ്. ഇവിടെയൊക്കെ +2-ൻ്റെ മാർക്ക് മാത്രമാണ് +1 ബാധകമല്ല. നേരത്തെ ഞാൻ പറഞ്ഞു, ഇൻ കേസ് എ കാൻഡിഡേറ്റ് ഹാസ് സ്റ്റഡീഡ് മോർ ദാൻ 1 സബ്ജക്റ്റ്, ഈ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റിൽ ഒന്നിൽ കൂടുതൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതിനാണോ കൂടുതൽ മാർക്ക് അതാണ് 3rd സബ്ജക്റ്റായിട്ട് പരിഗണിക്കുക. ഓക്കെ, ഇതാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയ. ഇനി ഇതിൻ്റെ ഫീസ് ഷെഡ്യൂൾ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. BSc നഴ്സിംഗ് ഇത് ഗവൺമെൻറ് കോളേജിലെ മാത്രം ഫീ ആണ്. പ്രൈവറ്റിലേത് വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഇന്ത്യയിലൊന്ന് ജസ്റ്റ് കാണിക്കാം. BSc നഴ്സിംഗിന് ഒരു വർഷം 23,170 രൂപയാണ് ട്യൂഷൻ ഫീ. എന്നാൽ BSc MLT കോഴ്സിന് 20,860 രൂപ. ബാക്കി എല്ലാ പാരാമെഡിക്കൽ കോഴ്സിനും 22,010 രൂപയാണ് ഒരു വർഷത്തെ ഫീ വരുന്നത്. ഇനിതാ BSc നഴ്സിംഗ് ഗവൺമെൻറ് കോളേജസിൽ ഏകദേശം 14ഓളം ഗവൺമെൻറ് കോളേജാണ്. ആലപ്പുഴ, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ, തിരുവനന്തപുരം, കൊച്ചി, കൊല്ലം, മഞ്ചേരി, പത്തനംതിട്ട, കാസർഗോഡ്, ഇടുക്കി, വയനാട്, പാലക്കാട് ഇങ്ങനെ 14ഓളം ഗവൺമെൻറ് കോളേജുകളിൽ സീറ്റ്. അതിൽ തിരുവനന്തപുരത്ത് 2 ക്യാമ്പസിലായിട്ട് 190 സീറ്റാണ്. ബാക്കി എല്ലായിടത്തും 80 അല്ലെങ്കിൽ 60 സീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും 23,170 രൂപയാണ് ഫീ വരിക. അപ്പോൾ ഈ 14 കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ നടക്കും. കഴിഞ്ഞില്ല, ഈ മലബാർ ക്യാൻസർ സെൻ്ററിന് കീഴിലുള്ള കോളേജിൽ, അതേപോലെ സിമറ്റിൻ്റെ കീഴിൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ ഇവിടെയൊക്കെ റൈറ്റ് സൈഡിൽ ട്യൂഷൻ ഫീ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ ഫീ നോക്കുക, 73,025 രൂപയാണ് ട്യൂഷൻ ഫീ. സ്പെഷ്യൽ ഫീ 23,300 രൂപയും. അപ്പോൾ ഏകദേശം ഈ ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അവിടെ ഫീസ് കൂടുതലാണ്. അതേപോലെ സിമറ്റിൻ്റെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ടെക്നോളജി സിമറ്റിൻ്റെ ഫീ നോക്കുക, ഏകദേശം അത് തന്നെയാണ് ഫീ വരിക. ഒരു വർഷത്തെ ഫീ ആണ്. ഇനി CPAS അതായത് സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, അവിടുത്തെ ഫീസ് നോക്കുക, കുറച്ചുകൂടി കൂടും. ട്യൂഷൻ ഫീ 83,025 സ്പെഷ്യൽ ഫീ 30,300 രൂപയുമാണ് വരുന്നത്. സീറ്റുകളുടെ എണ്ണവും NRI കോട്ടയുടെ സീറ്റ് ലിസ്റ്റും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഒരുപാട് പേജുകൾ അല്ലെങ്കിൽ ഒരുപാട് കോളേജുകൾ ഉള്ളതുകൊണ്ട് എല്ലാം വായിക്കുന്നില്ല. ഇനി ഇതാ കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, അവിടെ നിങ്ങൾക്ക് 73,025 രൂപയാണ് ട്യൂഷൻ ഫീ, 23,300 രൂപയാണ് അവിടുത്തെ സ്പെഷ്യൽ ഫീ. എന്നാൽ NRI കോട്ടയിലെടുക്കുമ്പോൾ അത് 95,000-ഉം 23,300-ഉമായിട്ട് മാറും. തന്നെ ഓരോ ജില്ലകളിലെ തിരിച്ച് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലുള്ള കോളേജുകൾ, കൊല്ലം ജില്ലയിലുള്ള, അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. അത് ലിസ്റ്റ് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. അങ്ങനെ ഏകദേശം 158ഓളം കോളേജുകളിൽ, കാസർഗോഡ് വരെ 158ഓളം കോളേജുകളിൽ എത്ര ഫീ ഉണ്ടെന്നും അവിടെ എത്ര സീറ്റ് ഉണ്ടെന്നും അതിൽ ഓരോരുത്തരും സ്പെഷ്യൽ ഫീയും ട്യൂഷൻ ഫീയും ഒക്കെ സെപ്പറേറ്റ് തന്നെ കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ ഇതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് LBSൻ്റെ സൈറ്റിൽ നിന്ന് പ്രോസ്പെക്ടസ് എടുക്കാം. പ്രോസ്പെക്ടസിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഫുൾ ലിസ്റ്റ് കാണാം. അപ്പോൾ ഇത് വീഡിയോ ഒരുപാട് ലോങ് ആവും എന്നുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ കട്ട് ചെയ്തു. 158ഓളം സീറ്റുകൾ അല്ലെങ്കിൽ കോളേജുകളിൽ BSc നഴ്സിംഗ് ഉണ്ട്. അത്രയും ഇല്ലെങ്കിൽ പോലും അതിൽ കുറവാണ് എങ്കിലും പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ ലിസ്റ്റും അതിന് പിന്നാലെ വരുന്നുണ്ട്. ഇനി വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റാങ്ക് ലിസ്റ്റ് 3 റാങ്ക് ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ്, ഇത് സെക്കൻഡ് റാങ്ക് ലിസ്റ്റ്, ഇത് തേർഡ് റാങ്ക് ലിസ്റ്റ്. അതായത് BSLP കോഴ്സിന് സെക്കൻഡ് റാങ്ക്, രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ്, 3 സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. അതുപോലെ BPOയ്ക്ക് 3ാമത് റാങ്ക് ലിസ്റ്റ്. ഒന്നാമത്തേത് നേഴ്സിംഗ്, അതേപോലെ MLT, ഒപ്റ്റോമെട്രി, പെർഫ്യൂഷൻ ടെക്നോളജി, ഇങ്ങനെയുള്ള ഇത്രയും കോഴ്സുകൾക്കാണ് ഒന്നാമത്തെ റാങ്ക് ലിസ്റ്റ്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് ഈ ഓരോന്നിൻ്റെയും എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. ആദ്യത്തെ നോക്കാം, കേരള ഹയർ സെക്കൻഡറി ബോർഡിൽ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഹയർ സെക്കൻഡറിയിൽ എന്തൊക്കെ പഠിച്ചിരിക്കണം? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് മുഴുവനും ഈ 3 ചേർത്ത് 50% മാർക്കോടെ ജയിച്ചവരായിരിക്കണം. ഇനി ഓരോന്നും സെപ്പറേറ്റ് പാസ് മാർക്കും ഉണ്ടാവണം.
ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മൂന്നിനോട് ചേർത്ത് 50% മാർക്കും വേണം. ഓരോന്നിനും സെപ്പറേറ്റ് പാസ് മാർക്കും ഉണ്ടാവണം. എന്നാൽ BSLP കോഴ്സിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇതിന് ഓരോന്നിനും പാസ്സാവുകയും വേണം. മൊത്തത്തിൽ 50% മാർക്ക്. നഴ്സിംഗിൻ്റെ അതേ കേസ് തന്നെ. പ്രോസ്റ്ററ്റിക് ആൻഡ് ഓർത്തോണ്ടിക്സ് കോഴ്സിൻ്റെ കേസിൽ ഇവിടെ നിങ്ങൾ ചോദിച്ചിട്ട് എലിജിബിലിറ്റി ഇംഗ്ലീഷ് കൂടി വരും. ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്സ്. ഇതിന് എല്ലാത്തിനോട് ചേർത്ത് 50% മാർക്ക് മതിയാവും. ഓക്കെ, എല്ലാത്തിനും 50% മാർക്കും വേണം. ഓരോന്നിന് സെപ്പറേറ്റ് പാസ് മാർക്കും വേണം. ഈ BSLP കോഴ്സിന് ഒന്നുകൂടി ഉണ്ട്. നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി പഠിച്ചിരിക്കണം. ബയോളജി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചാലും മതി. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയെ കേരള ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് തുല്യമായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്കാർക്കും അപേക്ഷിക്കാം. ഇനി മാർക്കുകളിൽ ആനുകൂല്യം അത് ആർക്കൊക്കെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഇതിൽ 5% മാർക്ക് ഇളവുണ്ട്. അത് SEBC കാറ്റഗറിക്ക്, SEBC കാറ്റഗറിക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കൊക്കെ ആയിട്ട് 5% മാർക്കുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്താൽ മതി, 45% മാർക്ക് മതി. 50%-ന് പകരം 45% മതി. അതേപോലെ SC അല്ലെങ്കിൽ ST കാറ്റഗറിക്ക് യോഗ്യതാ പരീക്ഷ ജയിച്ചാൽ മതി. ഈ പെർസെൻറ്റേജ് ബാധകമല്ല. ഇനി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കിട്ടിയ മാർക്കിനെ അടുത്ത സംഖ്യയിലേക്ക് മാറ്റൂല. അതായത് 100-ൽ 50 മാർക്ക് തന്നെ വേണം. ആ 100-ൽ ഇപ്പോൾ 49 എന്ന് പറയുന്ന മാർക്കിനെ പരിഗണിക്കൂല. 100-ൽ 50 മാർക്ക് തന്നെ നിർബന്ധമായിട്ട് വേണം. ഈ 50% മാർക്ക് വേണ്ട കേസിൽ 45% മാർക്ക് വേണ്ടവർക്ക് 100-ൽ 45 ആയിരിക്കണം. അപ്പോൾ മാർക്ക് കൃത്യമായിരിക്കണം. അതിനെ റൗണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വയസ്സ് നോക്കുക. എലിജിബിലിറ്റി പറഞ്ഞിരിക്കുന്നത് 2025 ഡിസംബർ 31-ന് 17 വയസ്സ് പൂർത്തിയാവണം. 2025 ഡിസംബർ 31-ന് 17 വയസ്സ് പൂർത്തിയായാൽ മതി. BSc നേഴ്സിംഗ് കോഴ്സിനുള്ള ഉയർന്ന പ്രായപരിധി 35 വയസ്സ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതിനുശേഷമുള്ള അതിൽ പ്രായപരിധിയിൽ ഇളവില്ല. 35 വയസ്സാണ് മാക്സിമം പറഞ്ഞിരിക്കുന്നത്. നേരെ തിരിച്ച് ഈ MLT കോഴ്സുകൾക്കും അല്ലെങ്കിൽ ഒപ്റ്റോമെട്രിക്കുമൊക്കെ ഈ സർവീസ് കോട്ടയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് 46 വയസ്സായിരിക്കും അപ്പർ ഏജ് ലിമിറ്റ്. അപ്പോൾ LBSൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്താണ് എലിജിബിലിറ്റി, അല്ലെങ്കിൽ എത്ര സീറ്റുണ്ട്, ഇതിൻ്റെയൊക്കെ ഒരു ഓവറോൾ ഐഡിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകളുടെ സെപ്പറേറ്റ് വീഡിയോ ഇടാം. ഇനി അതുപോലെ തന്നെ വരുന്ന അപ്ഡേറ്റുകൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.